ഹായ് ഹലോ എല്ലാവർക്കും ഷെറൂസ് ഫുഡ് ഗാലയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പുളിയോദര. നിങ്ങൾ ചിലവരൊക്കെ കേട്ടിട്ടുണ്ടാവും, ഒരു തമിഴ് ഡിഷാണ്. അപ്പോൾ ഇതിനുവേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് ഒരുപാട് സാധനങ്ങളൊക്കെ ഇങ്ങനെ ഞാൻ നിരത്തി വെച്ചിട്ട് ഇതൊന്നും കണ്ട് പേടിക്കണ്ട. ഒരുപാട് സമയമൊന്നുമില്ല ഇത് ഉണ്ടാക്കാൻ, പെട്ടെന്ന് ഉണ്ടാക്കാം. അപ്പോൾ ഇതിന് വേണ്ട സാധനങ്ങളെന്ന് പറയുന്നത് നമ്മുടെ പച്ചരിയില്ലേ, പച്ചരി ഒന്ന് വേവിച്ച് വെച്ചതാണ്. ഒരുപാട് കുഴഞ്ഞു പോകാൻ പാടില്ല. അതൊരു 1.5 കപ്പോളം ഉണ്ട്, കണ്ടില്ലേ? ഇത് ഇതുപോലെ വേറിട്ടിങ്ങനെ കിടക്കണമെന്നേ ഉള്ളൂ. നന്നായിട്ട് വേവുകയും വേണം. പിന്നെ കടലപ്പരിപ്പ്, അത് 2 ടേബിൾ സ്പൂൺ. ഉഴുന്ന് 1-1.5 ടേബിൾ സ്പൂൺ. മല്ലിപ്പൊടി ഒരു 1.25 ടീസ്പൂൺ. മുളക് പൊടി 3/4 ടീസ്പൂൺ. കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ. കായം 1/2 ടീസ്പൂൺ. പിന്നെ ഉലുവ ഒരു 1/4 ടീസ്പൂൺ. ഇത് ഒരുപാടായാലും കയ്പ്പ് വരും, അതുകൊണ്ട് കുറച്ചേ എടുക്കാൻ പാടുള്ളൂ, കായ ഉലുവയൊക്കെ. ഓക്കെ, അപ്പോൾ ഇത്രയും സാധനങ്ങളെന്ന് പറയുന്നത് നമുക്ക് പൊടിച്ചെടുക്കാനുള്ളതാണ്. ഈ കടലപ്പരിപ്പും ഉഴുന്നും. അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ട് ചൂടാക്കി നമ്മൾ മിക്സിയിലിട്ടോ അല്ലെങ്കിൽ കല്ലിലിട്ടോ ഒന്ന് ഇതുപോലെ മിക്സിയിലിട്ട് പൊടിച്ചാലും മതി. ഇല്ലാന്നുണ്ടെങ്കിൽ കല്ലിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്താലും മതി. ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി പിഴിഞ്ഞത് ഒരു 3/4 കപ്പോളം എടുത്തിട്ടുണ്ട്. പിന്നെ കടുക് പൊട്ടിക്കാൻ വേണ്ട ചുവന്നമുളകും കറിവേപ്പില. പിന്നെ കപ്പലണ്ടി 1.5 ടേബിൾ സ്പൂൺ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. പുളിയോദരയിലെ മെയിൻ ഒരു സാധനമാണ് കേട്ടോ ഈ കപ്പലണ്ടി എന്ന് പറയുന്നത്. പിന്നെ കടലപ്പരിപ്പ് 1 ടേബിൾ സ്പൂൺ. അതുപോലെ ഉഴുന്ന് 1 ടേബിൾ സ്പൂൺ. കടുക് കുറച്ച് മതി, ഒരു 1/2 ടീസ്പൂൺ. മഞ്ഞൾപ്പൊടി അതുപോലെ കുറച്ച് മതി, ഒരു 1/2 ടീസ്പൂൺ മതി. പിന്നെ കായം അതൊരു 1/4 ടീസ്പൂൺ. ഇത്രയും മതി. ഇത് ഫുള്ള് നമ്മൾ കടുക് വറുക്കുമ്പോൾ എടുക്കുന്നതാണ്. നമ്മൾ അവസാനം എടുക്കുന്നത് പൊടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഇത് വറുക്കുന്നതാണ്. അപ്പോൾ ഇത് വറുക്കുന്നത് നമ്മൾ നല്ലെണ്ണയ്ക്കകത്താണ്, കണ്ടില്ലേ? നല്ലെണ്ണയ്ക്കകത്താണ്. പിന്നെ ഉപ്പ്, നല്ലെണ്ണ മാത്രമേ എടുക്കാവുള്ളൂ, വെളിച്ചെണ്ണ ഉപയോഗിക്കാൻ പാടില്ല, നല്ലെണ്ണയാണ് എടുക്കണേ. അപ്പം നമുക്ക് ആദ്യം ഒരു പാൻ ചൂടാക്കാൻ വയ്ക്കാം. നമുക്ക് കടലപ്പരിപ്പ് ഉഴുന്നൊക്കെ ഒന്ന് പൊടിച്ചെടുക്കണമല്ലോ, ആദ്യം കാണിച്ച സാധനങ്ങളൊന്ന് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആദ്യം ഇതൊന്ന് ചൂടാക്കി എടുക്കണം. കടലപ്പരിപ്പ് ഇടാം. പിന്നെ ഉഴുന്ന് നന്നായിട്ട് വറുത്തെടുക്കുക. ഞാനിവിടെ മുളക് പൊടിയൊക്കെ എടുത്തേക്കുന്നത് കാരണം ഞാനിവിടെ തന്നെ വറുത്ത് പൊടിച്ച മുളക് പൊടിയാണ്. മുളക് പൊടിയാണെങ്കിലും മല്ലിപ്പൊടി ആണെങ്കിലും, ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ കൂട്ടത്തിൽ തന്നെ മുളക് മല്ലിയൊക്കെ ഇടാൻ ശ്രദ്ധിക്കുക. മല്ലിപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഇതൊക്കെ ഇവിടെ പൊടിച്ചതായിട്ടോ ഞാൻ പൊടിയിടണേ. ഉലുവ ഇടി. ഇതെല്ലാം നന്നായിട്ട് ഇളക്കുക. അവസാനം ഓഫ് ചെയ്തിട്ടാണ് നമ്മൾ കായപ്പൊടി ചേർക്കണേ. നന്നായിട്ട് ഇളക്കുക. അതിൻ്റെ നിറം ഒന്ന് മാറി ആ പച്ചസോതൊക്കെ പോകുമ്പോഴത്തേക്ക് കായപ്പൊടി ഇട്ടു ഞാൻ. ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ, നമുക്ക് ടിഫിനായിട്ട് ലഞ്ചായിട്ടൊക്കെ ഉപയോഗിക്കാം. അപ്പം ഇതുപോലൊരു ഇതിൽ പൊടിച്ചെടുക്കുകയാണ് ചെയ്തത്. അപ്പം ഞങ്ങളുടെ കൂടെ ഒരു തമിഴ് കുട്ടി പഠിക്കുന്നുണ്ടായിരുന്നു. അവളിങ്ങനെ ഇത് കൊണ്ടുവരും, പാത്രം തുറക്കുമ്പോഴത്തേക്ക് ഞങ്ങളിതെല്ലാം കഴിക്കും. അപ്പം ഞാൻ അവിടെ നിന്നാണ് ഈ റെസിപ്പി പഠിച്ചത്. അമ്മയൊക്കെ ഉണ്ടാക്കുമായിരുന്നെങ്കിലും ഇതിന് വേറൊരു ടേസ്റ്റായിരുന്നു. അപ്പം ഞാൻ അവളോട് ചോദിച്ചു ഇതിൻ്റെ സീക്രട്ട് എന്താണെന്ന്. അപ്പോൾ അവളാണ് എനിക്ക് പറഞ്ഞു തന്നെ. അവളുടെ അമ്മയോട് ചോദിച്ചിട്ടാട്ടോ പറഞ്ഞു തന്നെ. നല്ല ടേസ്റ്റാണ്. അത് കൊണ്ടുവരുമ്പോൾ
ആർക്കും തികയത്തില്ല. അവസാനം പട്ടിണി കിടക്കേണ്ടി വരും ബാക്കിയുള്ളവർ. കൊണ്ടുവരുന്ന ആൾ പട്ടിണിയാവും. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് പൊടിച്ചെടുക്കുക. ഓക്കെ, ഞാൻ ആ പാത്രത്തിൽ തന്നെ ഞാൻ നല്ലെണ്ണ ഒഴിക്കുകയാണ്. 2 ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ടുണ്ട്. 2-2.5 എടുക്കാം. ഇതിലേക്ക് കടുകിടാം. ബാക്കി നമ്മൾ കാണിച്ചത്, ഞാൻ രണ്ടാമത് കാണിച്ച സാധനങ്ങളുണ്ടല്ലോ, അതെല്ലാം ഇതിനകത്തേക്ക് നമുക്ക് വറുത്തെടുക്കണം. കടലപ്പരിപ്പ്, ഉഴുന്ന്, അങ്ങനെയല്ല. ഉഴുന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിൻ്റെ നിറം മാറുമല്ലോ, നിറം മാറുന്നതാണ് അതിൻ്റെ പാകം എന്ന് പറയണേ. ഇതിപ്പോൾ നമ്മൾ ഒരുപാട് ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്കിത് ഈ പൊടിച്ചതുണ്ടല്ലോ, അത് നമുക്കൊരു കുപ്പിയിൽ നമുക്കിട്ട് സൂക്ഷിച്ച് വെക്കാം. പിന്നെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ആ പൊടി എടുത്താൽ മതി. മഞ്ഞൾപ്പൊടി കുറച്ച് ഇടുകയാണ് ഞാൻ. ഉലുവാപ്പൊടി നന്നായിട്ട് ഇളക്കുക. ഞാൻ അവസാനം ഈ മുളകും കറിവേപ്പില ഇടുന്നുള്ളൂ. എന്നുവെച്ചാൽ ഇതെല്ലാം ഇട്ട് കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ മുളക് അങ്ങ് ഒരുപാട് അങ്ങ് കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടേ. ഒരു പകുതി കഴിയുമ്പോഴേ ഞാനിത് എടുത്തുള്ളൂ. കപ്പലണ്ടി ഇടാം. തമിഴ്നാട്ടിലേക്കൊക്കെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി, ഭയങ്കര ടേസ്റ്റാണ് ഇവരുടെ പുളിയോദര എന്ന് പറയുന്നത്. പിന്നെ ഓരോ ഭാഗത്തും ഓരോ സ്റ്റൈലാണ് കേട്ടോ. മെയിനായിട്ട് ഈ കുറച്ച് സാധനങ്ങൾ എന്തായാലും ഉണ്ടാവും. കപ്പലണ്ടി ഉണ്ടാവും, പിന്നെ നല്ലെണ്ണയായിരിക്കും ഉപയോഗിക്കുന്നത്, പുളി, അങ്ങനെ കുറച്ച് സാധനങ്ങൾ എന്തായാലും മെയിനായിട്ടുണ്ടാവും. പിന്നെ ഇൻഗ്രീഡിയൻസിന് വ്യത്യാസം ഉണ്ടാവും. ഇനി പുളി നമുക്ക് ഒഴിക്കാം. കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഈ പുളി നന്നായിട്ട് കുറുകണം. വെള്ളം പോലെ ഇരിക്കുകയല്ല, കുറുകിയിരിക്കണം. നമുക്ക് ചോറിനകത്തിട്ട് ഇത് കുഴയ്ക്കാനാണ്. അപ്പോൾ നന്നായിട്ട് കുറുകിയിരിക്കണം. ഉപ്പിടാം, ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യുക. ഇഷ്ടമായില്ലേ കമൻറ്റ് ചെയ്യുക. നന്നായിട്ട് തിളക്കട്ടെ. ഞാൻ പറഞ്ഞില്ലേ, നന്നായിട്ട് കുറുകണം. വെള്ളം പോലെ ആയാൽ പറ്റില്ല. ഇത് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചില്ല, അത് നമുക്ക് ഇതിനകത്തേക്ക് ഇടാം. ഇത്രയും മതി. ബാക്കി കുറച്ചുണ്ടാകും, ഞാൻ സൂക്ഷിച്ച് വയ്ക്കാൻ പോവുകയാണ്. ഇനി നമുക്ക് ഉണ്ടാക്കാമല്ലോ. നമുക്ക് കുറച്ച് 2 ടീസ്പൂണിന് വേണ്ടി, അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂണിന് വേണ്ടി നമുക്ക് കുറച്ച് പൊടിക്കാൻ പറ്റില്ല. കുറച്ചധികം ഉണ്ടെങ്കിൽ നമുക്ക് പൊടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളിത് സൂക്ഷിച്ച് വയ്ക്കുക. അല്ലെന്നുണ്ടെങ്കിൽ 2-3 പേർക്ക് ചോറ് വയ്ക്കാനാണെങ്കിൽ ഈ പൊടി വേണം, ഇത്രയും വേണം. ഞാനിപ്പോൾ ഇത് ഒരാൾക്കുള്ളത് എടുത്തിട്ടുള്ളൂ. കുറുകി വരുന്നുണ്ട്, കണ്ടില്ലേ? അത്യാവശ്യം പുളിയൊക്കെ കൂട്ടി കഴിക്കണം എന്ന് ആഗ്രഹം തോന്നുന്ന ദിവസങ്ങളിൽ നമുക്ക് ഇതുണ്ടാക്കി കഴിക്കാം.
ഓക്കെ, അപ്പോൾ നന്നായിട്ട് വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഞാനത് ഓഫ് ചെയ്തു. ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചോറിടാം. എന്നിട്ട് ഇത് ഇളക്കുക. തീർന്നു, ഇത്രയേ ഉള്ളൂ. പുളിയോദര എന്ന് പറയുന്ന ഇൻഗ്രീഡിയൻസ് ഒരുപാടുണ്ടെന്ന് വിചാരിച്ച് ഞെട്ടണ്ട. എളുപ്പമല്ല ഉണ്ടാക്കാൻ. അതൊന്ന് പൊടിച്ചെടുക്കുക, പിന്നെ ബാക്കി സാധനങ്ങളുടെ നല്ലെണ്ണയിലിട്ടൊന്ന് വറുത്തെടുക്കുക. അത്രയേ ഉള്ളൂ. നമ്മുടെ പുളിയോദര റെഡി. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്യുക. നാളെ 1 മണിക്ക് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.